നേർത്ത വള്ളി പൊട്ടി ഗർത്തത്തിലെ കൂർത്ത പാറയിൽ ആർത്തനാദത്തോടെ വീഴുന്നത് ഓർത്തു നോക്ക്. ഓർത്തു നോക്കാം. ഇതെങ്ങനെ പറ്റിയ അജഗജ? കൽപ്പാളിയിൽ നിൽപ്പാൻ പറ്റാതെ കാൽപാദം തെന്നി, നൂൽപ്പാലത്തിൽ തൂങ്ങി, വിൽപ്പവറൊക്കെ പോയി. ഹെൽപ്ലെസ് ആയി. വല്ലതും മനസ്സിലായോ? കൊറച്ചൊക്കെ. അജഗജ, ഞങ്ങളെ രക്ഷിക്കാം. രക്ഷിക്കുന്നതിന് മുൻപ് കക്ഷികൾ സൂക്ഷിച്ചു വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? സുസ്ഥിരമായ പാറയില് അസ്ഥിരതയുള്ള കൊമ്പിന്റെ തൽസ്ഥിതി വിട്ടാൽ ഈ സ്ഥിതിയിൽ അസ്ഥി ഒടിയും. ഒരു വാക്ക് പോലും മനസ്സിലായില്ല. അർത്ഥം പറഞ്ഞാൽ ആരെങ്കിലും വേണ്ടതായിരുന്നു. അതെ, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ചെടി വൈകാതെ പെടുതു പോരും. അജഗജം വീഴും. മുകളിൽ നിന്ന് വലിച്ചു കയറ്റാൻ പറ്റില്ല, കൈയെത്തില്ല. വീഴുമ്പോ താഴെ നിന്ന് പിടിക്കുന്നതും റിസ്കാ. എന്നാ വീണ് കഴിഞ്ഞിട്ട് പിടിച്ചാലോ? ഏതായാലും ആരെങ്കിലും സഹായത്തിന് വേണം. താൻ ആരെങ്കിലും വിളിക്ക്, സമയം കളയാനില്ല. ജയ് വിളിക്കും പോലെ കൈവിട്ട് കളിച്ചാൽ കൈവിട്ട് പോന്ന് ഐ വിൽ ഫോൾ. പേടിക്കാത്തരി, ശരി, ആളെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ആനയെ കിട്ടിയാൽ പിടിച്ചിറക്കാൻ എളുപ്പമായേനെ. ഇങ്ങനെ വിചാരിച്ചാൽ അജഗജനെ താഴെ ഇറക്കാൻ പറ്റുമോ? താഴെ ഇറക്കാനല്ല, പണ്ഡിതനാ. അജഗജൻ പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വിളിച്ചതാ. അയ്യോ, അടിയിലേക്ക് ചെടിയുടെ പിടിവിട്ട് അടിയനിതാ അടിയിലേക്ക് വടിയായി. അയ്യോ.